റിസൾട്ടൊക്കെ വന്നു തുടങ്ങി. +2ൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ ഭയങ്കര ആശങ്കയിലാണ്. അവരെ ഭയങ്കരമായിട്ട് ധൃതിയൊക്കെ പിടിപ്പിച്ച് ഏതെങ്കിലുമൊക്കെ കള്ള കോഴ്സുകളിലൊക്കെ ചേർത്ത് അവരിൽ നിന്ന് പണം അടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. വിദേശ രാജ്യത്തേക്ക് എല്ലാവരെയും അടിച്ചുകൊണ്ട് പോകാനായിട്ട് വേറെ കുറേ പേർ ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളെ പേരൻസിനോടും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിന്തിച്ച് ചർച്ച ചെയ്ത് ആലോചിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാത്രം മുമ്പോട്ട് പോവുക. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. +2ൻ്റെ റിസൾട്ടൊക്കെ വന്നു തുടങ്ങി. ISCയുടെ വന്നു, ഇനി സ്റ്റേറ്റിൻ്റെ CBSEയുടെ ഒക്കെ ഇപ്പോൾ വരും. അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പരീക്ഷ എഴുതി കഴിഞ്ഞു ആൾക്കാർക്ക് അതിൻ്റെ പെർസെൻറ്റേജിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കുട്ടികളൊക്കെ ഇനി എന്ത് എന്നുള്ളൊരു വലിയ ആകാംക്ഷയിലാണ്. പൊതുവേ ഇത്തരം സാഹചര്യത്തിൽ സമൂഹത്തിൽ കൂടുതൽ ആശങ്കകളൊന്നും കൂട്ടാൻ ആരും ശ്രമിക്കാതിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികളുടെ മാർക്കൊക്കെ ചോദിച്ച് അവരെ കൂടുതൽ കുഴപ്പിക്കാതിരിക്കാനും, അതുപോലെ തന്നെ ഏത് പിള്ളേരെ കണ്ടാലും അങ്ങ് കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ദയവ് ചെയ്തങ്ങനെ ചെയ്യാതിരിക്കുക. ആരാണ്ട് ഏതാണ്ട് പഠിച്ച് എവിടെയോ എത്തിയെന്ന് പറഞ്ഞ് എല്ലാ കുട്ടികളും അത് പഠിച്ച് എങ്ങും എത്താനൊന്നും പോകുന്നില്ല. പല കുട്ടികളും പേരൻസൊക്കെ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഭയങ്കര സ്കോപ്പ്, എന്ത് പഠിച്ചാലാണ് ഭയങ്കര സാധ്യത? യാതൊരു അർത്ഥവുമില്ല. കാരണം നമ്മുടെ കുട്ടികൾ അവരുടെ കഴിവ്, അവരുടെ മനോഭാവം അതൊക്കെ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിനനുസരിച്ച് വേണം അവരെന്ത് പഠിക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ. ഇപ്പോൾ സയൻസ് എടുത്ത് പഠിച്ചതുകൊണ്ട് സയൻസ് തന്നെ തുടർന്ന് പഠിക്കണമെന്നില്ല. ഇപ്പോൾ സയൻസിൽ താല്പര്യമില്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്കൊക്കെ പോകുന്ന ആലോചിക്കാം. അതുപോലെ തന്നെ എല്ലാവരും പ്രൊഫഷണൽ കോഴ്സിന് പോകണമെന്നില്ല. ഇതൊക്കെ ഞാൻ ഒരുപാട് വട്ടം പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് കഴിയുന്ന മേഖലകളിലേക്ക് നമ്മൾ പോവാം. ഇപ്പോൾ എല്ലാവരും നേഴ്സാക്കാനായിട്ട് പറ്റില്ല. എല്ലാവരും നേഴ്സായാൽ തന്നെ വലിയ ഭീകരമായിരിക്കും ഈ ലോകം. കാരണം ചില നേഴ്സുമാർക്കൊന്നും അത് തന്നെയുള്ള യാതൊരു ക്വാളിറ്റീസും ഇല്ല. പക്ഷെ അവർ നേഴ്സാകുന്നു. ആ രംഗത്ത് അവർ വലിയ കുഴപ്പക്കാരായി മാറുന്നുണ്ട്. എല്ലാവരും അധ്യാപകരാകാനായിട്ട് പോകണ്ട, എല്ലാവരും ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആവാൻ പോകണ്ട. മാത്രമല്ല, ഇതൊന്നും അല്ലല്ലോ സമൂഹത്തിലെ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ ലോകത്തെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിദേശ രാജ്യത്ത് തന്നെ പോവുകയാണ്, ആ രാജ്യത്ത് ഏറ്റവും ആവശ്യമുള്ള തൊഴിൽ രംഗങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ലോകത്തിന് ആവശ്യമുള്ള, മനുഷ്യർക്ക് ആവശ്യമുള്ള ഒരാളായി നമ്മൾ മാറിയാൽ നമുക്ക് സ്കോപ്പ് ഉണ്ടാവും. അതിന് ചേരുന്ന നൈപുണ്യങ്ങളും അതിന് ചേരുന്ന ഒരു മനോഭാവമൊക്കെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രംഗത്ത് നമുക്ക് വിജയിക്കാനൊരു പ്രയാസമില്ല. ചില കുട്ടികൾക്കൊക്കെ അവരാരാകണമെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. അത്തരം കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു കരിയർ ഗൈഡൻസ് ഒക്കെ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയം എടുത്ത് ഒരു കോളേജിൽ പോയി ഒരു ഗ്രാജുവേഷനൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒരു 2-3 വർഷം കൂടെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ കുറച്ചുകൂടെ പക്വതയും ഒക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഉചിതമായ തീരുമാനങ്ങൾ തുടർന്ന് എന്ത് പഠിക്കണമെന്നോ ഏത് രംഗത്ത് തൊഴിൽ ചെയ്യണമെന്നോ ഒക്കെയുള്ള കാര്യത്തിൽ അവർക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോയൊരു ജനറലായിട്ടുള്ള ഒരു ഡിഗ്രി ഒന്നും പഠിക്കുന്ന ഒരിക്കലും മോശമായൊരു കാര്യമല്ല. ഇപ്പം സയൻസ് തന്നെ പഠിച്ചൊരു കുട്ടിയാണ്, മെഡിസിന് നീറ്റ് എഴുതി, വലിയ സാധ്യതയൊന്നും കാണുന്നില്ല. ചില കുട്ടികളൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പോകും. ആരാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകേണ്ടത്? പരീക്ഷ എഴുതിയിട്ട് അതെനിക്ക് കുറച്ചുകൂടെ മെനക്കെട്ടാൽ നല്ല പെർഫോമൻസ് കിട്ടുമെന്ന് ഉറപ്പുള്ളവർ മാത്രം റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോയാൽ മതി. പല കുട്ടികളും ഈ നീറ്റിന് റാങ്ക് താഴെ പോകുന്നതിൻ്റെ കാര്യം അവർക്ക് ഫിസിക്സും മറ്റും ടഫാകുന്നതുകൊണ്ടാണ്. കാരണം കണക്കിന് കഴിവില്ലെങ്കിൽ ഫിസിക്സ് സ്കോർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള അല്ലെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഇടയ്ക്ക് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പെർഫോമൻസൊക്കെ കുറയും. അപ്പോൾ ഇതിനൊക്കെ കഴിവുള്ള കുട്ടികൾ അതിന് പോട്ടെ. ഇനി അല്ലാത്തൊരു കുട്ടി സയൻസ് പഠിച്ചു, നീറ്റ് എഴുതി കിട്ടിയില്ല, ഒരു ലൈഫ് സയൻസിലെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ, ഏറ്റവും ബെസ്റ്റ് സുവോളജിയാണ് അല്ലെങ്കിൽ ബോട്ടണിയോ അങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഒരു മൈക്രോബയോളജിയോ ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ തുടർന്ന് ആ സയൻസ് രംഗത്തെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായിട്ട് അവർക്ക് കഴിയും. അങ്ങനെ ധാരാളം മേഖലകൾ ലോകത്തുണ്ട്. ഇപ്പോൾ ഫോറസ്ട്രി, എൻവയോൺമെൻറ്റൽ സയൻസ്, അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തുള്ള അനാറ്റമി, ഫിസിയോളജി, പതോളജി, മൈക്രോബയോളജി, വൈറോളജി, ബാക്ടീരിയോളജി, ഇങ്ങനെ എന്തെല്ലാം രംഗങ്ങളിലേക്ക് അവർക്ക് പോയി തുടർ പഠനങ്ങൾ നടത്താൻ സാധിക്കും. ഇനി ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു തൊഴിൽ രംഗത്തേക്കോ കടന്നു ചെന്ന് ധൈര്യമായിട്ട് പഠിക്കും. ഒരു ബ്യൂട്ടീഷ്യനാകണം, അല്ലെങ്കിൽ ഒരു എയർ സ്കിൻ തെറാപ്പിസ്റ്റ് ആകണം. ഇതൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ബേസിക് സയൻസൊക്കെ പഠിച്ച കുട്ടികൾ ഐഡിയലായിരിക്കും. ഇപ്പോൾ ഒരു കെമിസ്ട്രി എടുത്ത് പഠിച്ചു, അവിടെ നിന്ന് നമുക്ക് പല മേഖലകളിലേക്കും തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ നീറ്റ് കിട്ടിയില്ല ലോകം അങ്ങ് അവസാനിക്കാൻ പോകും അല്ല. പിന്നെ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ എടുക്കുമ്പോഴും നമ്മുടെ കഴിവുകൾക്കും
ആരോഗ്യത്തിനും ഒക്കെ ചേരുന്നതായിരിക്കണം. ചില കുട്ടികളൊക്കെ തീരെ ആരോഗ്യമില്ലാത്ത കുട്ടികളൊക്കെ നേഴ്സിങ്ങിനൊക്കെ പോകാറുണ്ട്. വലിയ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ. അതിനോട് ഇഷ്ടമില്ലാത്തവർ അങ്ങനെയൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പിയൊക്കെ എടുക്കുന്നു. ഫിസിയോതെറാപ്പിയൊക്കെ പഠിക്കാൻ പോകുന്ന ഒരാൾ ഒരു മെഡിക്കൽ ഡിഗ്രിക്ക് അത്രയും തന്നെ കാഠിന്യമുള്ളൊരു കോഴ്സാണ്. ഫാർമസി വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾ വേണം അത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പോവുക. ഇനി കോമേഴ്സ് രംഗത്തേക്കോ ഒക്കെ പോകാം. എക്കണോമിക്സും കോമേഴ്സും മാനേജ്മെൻറ്റും ഒക്കെ പഠിക്കാം. ഇനി വളരെ മിടുക്കരായ കുട്ടികളാണ്, കണക്കിൻ്റെയൊക്കെ കഴിവ് കൂടുതലാണ്, അവർക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള IT റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ ഡേറ്റാ സയൻസ് അങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്ക് പോകാം. അക്കൗണ്ടിങ്, ഫിനാൻസ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്ക് പോകാം. എല്ലാ രംഗത്തും തൊഴിലുണ്ട്. സാമൂഹിക സേവന രംഗത്ത് BSW അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കാം. ഇനി ഭാഷയിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഭാഷ പഠിക്കാം, ഫോറിൻ ലാംഗ്വേജ് പഠിക്കാം. പിന്നെ ആർട്സ് സബ്ജക്റ്റുകളായ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കാം. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുക. പിന്നെ കൂടുതൽ ഡിസ്കഷൻസ്, വിവരമുള്ളവരുമായിട്ടുള്ള ഡിസ്കഷൻസ് ഈ സമയത്ത് വളരെ നല്ലതാണ്. ഈ അറിവില്ലാത്ത ആൾക്കാരുമായിട്ട് സംസാരിക്കുക, ഏജൻറ്റുമാരുടെയും ബ്രോക്കർമാരുടെയൊക്കെ കെണിയിൽ വീഴുക, വലിയ പരസ്യത്തിൽ പോയി വീഴുക, ഇതൊന്നും ചെയ്യാതിരിക്കുക. അത്തരത്തിലൊക്കെ അബദ്ധത്തിൽ പോകുന്ന ധാരാളം കുട്ടികളുണ്ട്. അപ്പം ഈ സമയത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം ചിന്തിക്കാനുള്ളൊരു കഴിവാണ്. നല്ല ചിന്തകൾ നിങ്ങളെ, നല്ല ചർച്ചകൾ, നല്ല ചിന്തകൾ, പഠന ക്ലാസ്സുകൾ, പിന്നെ സമൂഹത്തിലെല്ലാവർക്കും കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ പെട്ടെന്ന് സംഘടിപ്പിച്ച് കുട്ടികൾക്ക് കൂടുതൽ അവെയർനെസ് കൊടുക്കുക. അതൊക്കെയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. മതങ്ങൾക്കൊക്കെ വലിയൊരു ജോലിയുണ്ട്. ചുമ്മാ കൂതാശ നടത്തി മനുഷ്യനെ പോക്കറ്റടിക്കുകയല്ല മതങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടി ചില ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ച് അവരെ കൂടുതൽ ബോധമുള്ളവരാക്കി, അറിവുള്ളവരാക്കി, ചിന്തിക്കാൻ പ്രാപ്തിയുള്ളവരാക്കി, അവരുടെയൊക്കെ ജീവിതത്തിന് കൂടുതൽ മൂല്യം സൃഷ്ടിക്കാനായിട്ട് ഈ സമയത്തൊക്കെ ശ്രമിക്കാം. അതൊക്കെയാണ് മതത്തിൻ്റെയൊക്കെ അടിസ്ഥാന ഉദ്ദേശം. ഈ മതമൊക്കെ അല്ലെങ്കിൽ മനുഷ്യൻ വലിച്ചെറിയാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക. ഇത്തരത്തിലൊക്കെ ഈ റിസൾട്ട് അറിയുന്ന സമയത്ത് മനുഷ്യരെ കൂടുതൽ ആദിയിലേക്കും അങ്കലാപ്പിലേക്കും ഒക്കെ വലിച്ചെറിയരുത്. പിന്നെ കുട്ടികൾ പൊതുവേ തീരുമാനങ്ങളെടുക്കുന്ന ദുരഭിമാനത്തിൻ്റെ ആർത്തിയുടെയൊക്കെ പേരിലാണ്. ആ ദുരഭിമാനം ഒന്നും വേണ്ട. തൊഴിൽ ചെയ്ത് ജീവിക്കുക. ഏത് തൊഴിലിനും മഹത്വമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ലോകത്ത് ആവശ്യമുള്ളത് ട്രേഡുകളാണ്, തൊഴിൽ പഠിക്കുന്നതാണ്. ഇപ്പോൾ പ്ലംബേഴ്സ്, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ, പിന്നെ മെക്കാനിക്ക്, കാർപ്പൻട്രി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കിട്ടാനില്ല. ഏത് തൊഴിലും ഇപ്പം പിന്നെ ഏത് തൊഴിലും, ഒരു നല്ല ടൈലറിനെ കിട്ടാനില്ല, നല്ലൊരു കുക്കിനെ കിട്ടാനില്ല. എല്ലാ രംഗത്തും മനുഷ്യനെ ആവശ്യമുണ്ട്. ബുദ്ധിപരമായി നീങ്ങുക. ഇതിൽ ഡോക്ടറാണോ കുക്കാണോ വലുതെന്ന് ചോദിച്ചാൽ ആരാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നത് അവരാണ് വലുത്. അവരെ എല്ലാവരും ആദരിക്കും, ഒരു സംശയവുമില്ല. അതായത് ഒരു കണാകുണ ഡോക്ടറാണെങ്കിൽ അടിയപ്പോൾ കിട്ടിയെന്ന് നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഏത് ഡിഗ്രിയാണ് അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. നിങ്ങൾ ഏത് പ്രവർത്തനമാണ് ചെയ്യുന്നത്, അത് എത്ര നന്നായി ചെയ്യുന്നു, അതിനനുസരിച്ചാണ് നിങ്ങൾ ലോകത്ത് ബഹുമാനിക്കപ്പെടുന്നത്. നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ നല്ല ചിന്തകൾ ഉണരട്ടെ, നല്ല ചർച്ചകൾ ഉണരട്ടെ. നമുക്ക് നല്ല ഭാവി എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആശംസകൾ.